ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാലക്കാട് വൺ ഡേ ട്രിപ്പായിട്ട് ഞാൻ പോയപ്പോൾ കണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇന്ന് പോയിട്ടുണ്ട്. അതെല്ലാം ഈ വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ രാവിലെയാണ് സുന്ദർ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലിയും ചായയൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം രാവിലെ 7 മണിക്കാണ് ഞാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. പുത്തനത്താണിയാണ് എൻ്റെ വീട്. പുത്തനത്താണിയിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നമ്മളിപ്പോൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാനിട്ട പ്ലാനിങ് ഇങ്ങനെയാണ്: കൊല്ലങ്കോട്, അതുപോലെ മലമ്പുഴ ഡാം, സീതാർകുണ്ട്, അതുപോലെ വരിക്കാശ്ശേരി മനയൊക്കെയാണ്. എന്തായാലും ഒറ്റപ്പാലം എത്തിയപ്പോൾ നമ്മൾ ആദ്യം പോയത് വാണിയംകുളം ചന്തയിലേക്കാണ്. വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ചന്തയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ യാത്രയിൽ ഞാൻ ഫസ്റ്റ് കയറിയത് ഇവിടെ വാണിയംകുളം ചന്തയിലാണ്. ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ തെക്കൻ മലബാറിലെ ഒരു പഴയ പട്ടണവും ഒരു പ്രധാന വ്യാപാര കേന്ദ്രവുമാണ് വാണിയംകുളം. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കന്നുകാലികളുടെ ഒരു വ്യാപാര സമൂഹമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാണിയൻ എന്നതിൽ നിന്നാണ് ഈ ഒരു പേര് ഉണ്ടായിട്ടുള്ളത്. ഇത് പാലക്കാട് ജില്ലയുടെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഒറ്റപ്പാലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കോടിക്കണക്കിന് ബിസിനസ് നടക്കുന്ന ഒരു ചന്ത തന്നെയാണ്. നല്ല തിരക്കായിരിക്കും. ഇവിടെ വരുമ്പോൾ തന്നെ വന്നവരൊക്കെ ഉണ്ടാകും. വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ വാണിയംകുളം ചന്തയിലെ കാഴ്ചകൾ കുറച്ച് കാണാം. അങ്ങനെ വാണിയംകുളം ചന്തയിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് വരിക്കാശ്ശേരി മനയിലേക്കാണ്. അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണാം പ്രവേശനം പാസ് മൂലം എന്ന്. 30 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ നേരെ വരിക്കാശ്ശേരി മനയിലേക്ക് കടന്നിരിക്കുകയാണ്. മലയാള സിനിമയുടെ തറവാട് എന്നാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത്. ഏകദേശം 80ഓളം മലയാള സിനിമകളും കൂടാതെ നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മനയാണിത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കലക്ക കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് ഈ മന നിലകൊള്ളുന്നത്. 20-ആം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി മന നിർമ്മിച്ചിട്ടുള്ളത്. 300 വർഷം പഴക്കമുള്ള 6 ഏക്കറോളം സ്ഥലം അടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളുള്ള 4 കെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പത്തായ പുരകൾ, അതുപോലെ കളപ്പുര, വിശാലമായ പൂമുഖം, കുളം, പടിപ്പുര, മാളിക തുടങ്ങിയവയെല്ലാം തന്നെ ഒരു കേടുപാടും സംഭവിക്കാതെ ഇന്നും സംരക്ഷിച്ചിട്ടുണ്ട്. രാജകീയ പ്രൗഢിയാർന്ന 3 നിലകളോട് കൂടിയ 4 കെട്ടാണ് പ്രധാന ആകർഷണം. പുറമോടിയിലുള്ള കാഴ്ചകളെക്കാളും ഗംഭീരമാണ് ഇതിൻ്റെ ഉൾവശം. ഏത് ചൂടിലും കുളിർമ നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത്. 3 നിലയിലുള്ള 4 കെട്ടിൽ വിശാലമായ മുറികളും നടുമുറ്റവും അകത്തളങ്ങളും ഒക്കെയുള്ള മനയിൽ ഏറെ ആകർഷകം കൊത്തുപണികളോട് കൂടിയ തൂണുകൾ തന്നെയാണ്. വിശാലമായ നടുമുറ്റവും ചുവർ ചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ച തന്നെയാണ്. വിനോദസഞ്ചാരികളുടെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയാണിത്. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇതിൻ്റെ ഉൾവശങ്ങളൊക്കെ ഒന്ന് കാണാം.
ഇവിടെ വരുമ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകീട്ട് 5 മണി വരെയാണ് ഇവിടേക്ക് പ്രവേശനമുള്ളത്. സിനിമ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ പ്രവേശനം ഇവിടെ അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ₹30 പ്രവേശന ഫീസ് ഉണ്ടെങ്കിലും മുകൾ നിലകളിലേക്ക് പ്രവേശനമില്ല. മുറികൾ മിക്കതും പൂട്ടിക്കിടക്കുകയാണ്. അത് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ മനക്കകത്ത് കടന്നതിന് ശേഷം നമ്മളിനി പുറത്ത് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലം അതുപോലെ ഒരു കുളം കാര്യങ്ങളെല്ലാം തന്നെ കാണാനുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ അന്നത്തെ അതുപോലെ തന്നെ ഒരു കേടുപാടും കൂടാതെ തന്നെയാണ് ഇവിടുത്തെ ഈ കിണറുകൾ അതുപോലെ ഇവിടുത്തെ അടുപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അതുപോലെ തന്നെ യാതൊരു കേടുപാടും കൂടാതെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ മനയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ പുറത്തിറങ്ങി ഇവിടെ ഒരു കുളങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഒറ്റപ്പാലത്തെ ആന ഉടമസ്ഥൻ കൂടിയായ വി. ഹരിദാസ് എന്ന വ്യക്തിയാണ് ഈ മനയുടെ ഉടമസ്ഥൻ. ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട്. നമ്മളിവിടെ വരികയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കാനായിട്ടുണ്ട്. അതുപോലെ കിടിലൻ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. വരുന്ന ആളുകളൊക്കെ ഫോട്ടോസ്, സെൽഫി, വീഡിയോസ് എല്ലാം തന്നെ എടുക്കുന്നത് കാണാനായിട്ട് പറ്റും. എന്തായാലും കിടിലൻ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ മനക്കകത്തും പുറത്തൊക്കെയായിട്ട് ഈ പരിസരത്തൊക്കെ കാണാനായിട്ടുള്ളത്. നമ്മൾ ഇതിനകത്ത് ഫുള്ളായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറോളം നമ്മൾ ഈ മനയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇനി പാലക്കാട്, കൊല്ലങ്കോട് വഴി അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ ഒരു വൺ ഡേ ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ ഒരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു രാത്രി 9, 10 ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പുത്തനത്താണിയിലേക്ക് തന്നെ പോകണം. ആ ഒരു
ലെവലിലാണ് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൊല്ലങ്കോട് ആ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. പാലക്കാട് നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ പോയ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലങ്കോട് പോകുന്ന ആ ഭാഗങ്ങളിലൊക്കെ നല്ല പച്ചപ്പൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വലിയ പച്ചപ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. എന്നാലും യാത്ര അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത യാത്രയായിരിക്കും. ഇപ്പോൾ ഏകദേശം ആ ഒരു പാലക്കാടിൻ്റെ വൈബൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഏകദേശം ഈ ഒരു കൊല്ലങ്കോട് ആ ഏരിയയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു കുന്നിൻ മുകളിലായിട്ട് ഒരു അമ്പലം കണ്ട്. എന്തായാലും നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. എങ്കിലും നമ്മൾ മുകളിലേക്കൊന്ന് കയറിയിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കടന്നു പോന്നു.
അങ്ങനെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട്. ഇനി നേരെ കൊല്ലങ്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. പോകുന്ന സമയത്ത് അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. എന്തായാലും ഉച്ച കഴിഞ്ഞു. ഏകദേശം ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട്. 1:30, 2 മണിയോടടുത്തുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ഹോട്ടല് കണ്ടു. അവിടുന്ന് നമ്മള് ഫുഡ് കഴിക്കാന്ന് കരുതി. സാധാ ചോറ് തന്നെയാണ് കഴിച്ചത്. യാത്രയിൽ ഒരു കണക്കിന് ഇതൊക്കെയാണ് നല്ലത്. സാധാ ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മള് വീണ്ടും യാത്ര പോവുകയാണ്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഹോട്ടല് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഹോട്ടലൊക്കെ കുറവാണ്. എന്നാലും നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇപ്പോൾ 2 മണി കഴിഞ്ഞു. നമ്മള് നേരെ കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല കിടിലൻ കാഴ്ചകളാണ്. ഫുൾ പച്ചപ്പ് തന്നെയാണ് ട്ടോ. നല്ല വേനലാണെങ്കിലും കൂടെ നല്ല പച്ചപ്പാണ്. ഒരുപാട് പാടങ്ങൾ ഏരിയയിലൂടെയുള്ള യാത്രയായിരിക്കും. ഇതൊക്കെ ഒരുപാട് നമ്മള് വീഡിയോസ് മുമ്പ് കണ്ടതാണ്. അതുപോലെ താമരപ്പാടം. ഇവിടെ ചെറിയ ചെറിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ഈ കൊല്ലങ്കോട് ഏരിയയിലായിട്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകൾ കാണാം. പിന്നെ കുറച്ച് ഭാഗങ്ങളിലെ ഫോട്ടോസ്, വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും നമ്മള് എടുത്ത വീഡിയോസെല്ലാം തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സീതാർകുണ്ടിലേക്കാണ്. ഇവിടുന്ന് സീതാർകുണ്ട് ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ടായിരിക്കണം സീതാർകുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോയപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളോ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഒരുപാട് ഒരു 10, 50 കിലോമീറ്ററോളം നമ്മൾ പോയാലേ കാണാനായിട്ട് പറ്റുള്ളൂ. വ്യൂ പോയിന്റ് അടിപൊളിയാണ്. എന്തായാലും വെള്ളച്ചാട്ടം കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് അവിടേക്കൊന്ന് കയറി കടന്ന് പോന്നു എന്ന് മാത്രം. അവിടെ തിരക്ക് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ടില്ല. അങ്ങനെ സീതാർകുണ്ടൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ്. അവിടെന്ന് കുറച്ച് ആളുകളെ മാത്രമേ കണ്ടുള്ളൂ. അത് ഈവനിംഗ് ആവാത്തത് കൊണ്ടായിരിക്കണം. ഇപ്പോൾ 2:30 സമയമാണ്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് പോകുന്നത്. ഈ ഷോപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു പഴമയുടെ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കൊല്ലങ്കോട് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ചെല്ലൻ ചേട്ടൻ. അവിടുന്ന് ചായയും കുടിച്ചു. ആ ഒരു പരിപ്പ് വടയും കഴിച്ചു. 20 രൂപയാണ് ചായ, പരിപ്പ് വട. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനായിട്ട് നിന്നിട്ടില്ല. നേരെ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. ഏകദേശം ഒരു 4 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ മലമ്പുഴ ഡാമിലേക്ക് പോകാനായിട്ട് തിരിച്ച് നമ്മൾ ടൗണിലൂടെ തന്നെയാണ് യാത്ര തിരിക്കുന്നത്. അവിടുന്ന് ഒരു 20 കിലോമീറ്ററോളം പോരാനുണ്ട്. ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 20, 25 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് മലമ്പുഴ ഡാമിലെത്താം. അങ്ങനെ ഇതാ മലമ്പുഴ ഡാമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ മലമ്പുഴ ഡാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ വ്യൂ ആയിരുന്നു ഇവിടെ. ഈവനിംഗ് ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു കിടിലൻ പ്ലേസാണ് നമ്മുടെ ഈ മലമ്പുഴ ഡാം എന്നുള്ളത്. മുതിർന്നവർക്ക് ടിക്കറ്റ് 30 രൂപയാണ്. അതുപോലെ കുട്ടികൾക്ക് 10 രൂപ. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെയിൻ എൻട്രൻസ് ആണിത്. മലമ്പുഴ ഡാമിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെയാണ്. കിടിലൻ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. തെക്കേ ഇന്ത്യയിലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പാലക്കാടിനു സമീപം മലമ്പുഴയിൽ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷകനദിയായ കൽപ്പാത്തിപ്പുഴയുടെ കൈവഴിയായ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് മലമ്പുഴ അണക്കെട്ട്. മലമ്പുഴ ജലസേചന പദ്ധതിക്ക് വേണ്ടിയായിരുന്നു ഈ അണക്കെട്ട് നിർമ്മിച്ചത്. 1955-ലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്ന് തന്നെ മലമ്പുഴ ഉദ്യാനവുമുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മലമ്പുഴ ജലസംഭരണിയും മലമ്പുഴ ഉദ്യാനവും പ്രകൃതി രമണീയമാണ്. അതുവഴി കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാകാനും മലമ്പുഴ അണക്കെട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഉല്ലാസ ഉദ്യാനമായ ഫാന്റസി പാർക്ക് മലമ്പുഴ ഡാമിന്റെ അടുത്തുള്ള ഒരു പ്രധാന ആകർഷണമാണ്. അതുപോലെ ഇതിനടുത്തായി ഒരു വാട്ടർ തീം പാർക്കും സ്ഥിതി ചെയ്യുന്നുണ്ട്.
ഇനി മലമ്പുഴ ഡാമിലെ കുറച്ച് വ്യൂസ് കാണാം. അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മള് മലമ്പുഴ ഡാമിന്റെ അടുത്തേക്ക് പോകാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ കാണാം. ഇത് കയറി നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്താനുണ്ട്. ഉച്ച സമയമാണെങ്കിൽ നല്ല വെയിലായിരിക്കും. നമുക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും ഇതിന് മുകളിലെ വെയില്. പക്ഷേ ഇപ്പോൾ ഈവനിംഗ് ആയതുകൊണ്ട് ഏകദേശം ഒരു 5:30 ഒക്കെ ആയതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലാതെ നമുക്ക് കിടിലൻ കാഴ്ചകൾ അവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഇതിന് മുകളിൽ കയറിയിട്ട് അവിടുത്തെ കിടിലൻ വ്യൂസ് നമ്മൾ കാണിക്കാം. അങ്ങനെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങാണ്. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് യക്ഷി പാർക്കുണ്ട്. അതുപോലെ 2 തൂക്കുപാലങ്ങളുണ്ട്. അതൊക്കെ കയറിയാണ് നമ്മൾ നേരെ റിട്ടേൺ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഡാമിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം.
അങ്ങനെ നമ്മൾ ആദ്യത്തെ തൂക്കുപാലത്തിലെത്തിയിട്ടുണ്ട്. ഇതുവഴി കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ. അവിടെ യക്ഷി പാർക്ക് കാണാം. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു തൂക്കുപാലമുണ്ട്. അത് കയറി അങ്ങനെ നമ്മൾ റിട്ടേൺ പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതിലൂടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ 2 തൂക്കുപാലം കടന്ന് നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. എന്തായാലും 30 രൂപക്ക് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ കാഴ്ചകളാണ് മലമ്പുഴ ഡാമിൽ കാണാനുള്ളത്. നമുക്ക് ഫാമിലിയൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്തായാലും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.